ഇന്നാണ് ഞങ്ങൾ വീട് മാറുന്നത്. പകല് പിറക്കിയ യൂണിയൻ പണിക്കാർ വരുന്നത് കൊണ്ട് ഞങ്ങൾ നൈറ്റാണ് സാധനമൊക്കെ പിറക്കിയത്. നൈറ്റ് സാധനമൊക്കെ പിറക്കി പുതിയ വീട്ടിലോട്ട് വന്നപ്പോൾ വെളുപ്പിന് 4:30 അപ്പോഴാട്ടോ ഞങ്ങളൊന്ന് ഉറങ്ങിയത്. ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് എൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ അലമാരയുടെ കണ്ണാടിയും പോയി. നെക്സ്റ്റ് ഡേ ഈവനിങ് ആയപ്പം അമ്മയുടെ കുറേ ചട്ടിയും കലവും എടുക്കാൻ വീണ്ടും ഞങ്ങൾ പഴയ വീട്ടിൽ പോയി. ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്താ വീട് മാറുന്നതെന്ന്. വീട് മാറുന്നതിൻ്റെ എക്സാക്ട് റീസൺ ഈ ഒരു കിണറാണ്. നമ്മുടെ കിണറും അപ്പുറത്തെ വീട്ടിലെ വേസ്റ്റ് ടാങ്കും ജസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇവർ പണിത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിലെ കിണറ്റിലോട്ട് അവരുടെ എല്ലാ വേസ്റ്റും ചാടി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങളാണ് വീട് ഷിഫ്റ്റ് ചെയ്തത്. കുറേ സാധനമെല്ലാം ഇങ്ങനെ പിറക്കി കൂട്ടി കത്തിക്കാൻ നേരത്താണ് വീട്ടിൽ എത്ര ആവശ്യത്തിനും അത്താണെങ്കിലും അമ്മ ആണെങ്കിലും ഞങ്ങളാണെങ്കിലും തപ്പി നടക്കുമ്പോൾ കിട്ടാത്ത ഈ ഒരു ഐറ്റം എൻ്റെ മാത്രം റൂമിൽ നിന്ന് ഇത്രയും കളക്ഷൻസ് എനിക്ക് കിട്ടി. അമ്മയുടെ പൂർണ്ണസ്വത്തായ ചട്ടിയും കലവെല്ലാം പിറക്കി ഓട്ടോയിൽ കയറ്റിയപ്പോഴത്തേക്കിന് ഞങ്ങൾ മൊത്തത്തിൽ ടയേർഡായി. അങ്ങനെ ഞാനും ഐതു ബേബിയും നമ്മുടെ PMJയിലുള്ള ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു പിസ്ത സർബത്ത് കുടിച്ചു. സംഭവം ഭയങ്കര നൈസാട്ടോ. സാധനം പിറക്കാൻ വരണമെങ്കിൽ ഇന്ന് നൈറ്റ് നല്ല ഹെവി ആയിട്ട് ഫുഡ് വാങ്ങിച്ചു തന്നാലേ വരൂ എന്ന് പറഞ്ഞ് പിശിക്ക് അമ്മീനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ പോലും എൻ്റെ കട്ടിലും ബെഡും റൂമും ഒന്നും ഒതുങ്ങിയില്ലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡ്രസ്സ് മടക്കി വെക്കുന്നതായിരുന്നു. ഇത് മൊത്തത്തിൽ മടക്കി കണ്ണാടിയില്ലാത്ത അപ്പൂപ്പൻ അലമാരി കയറ്റിയപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് ടയേർഡായിരുന്നു കേട്ടോ. ഇതുപോലെ ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ തലവേദന ആയിട്ടുള്ള പണി ഏതാണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ബൈ.